കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം. ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. നബിയെ പറയണം, ലൻ യുസീബനാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ രേഖപ്പെടുത്തിയതല്ലാതെ, അവൻ കണക്കാക്കിയതല്ലാതെ ഒന്നും നമ്മൾക്ക് വരില്ല, ഒന്നും നമ്മൾക്ക് സംഭവിക്കുകയില്ല എന്ന് വേണം നിങ്ങൾ പറയാൻ. അല്ലാഹുവിന്റെ വചനമാണത്. സത്യവിശ്വാസികളായ നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്, നമ്മൾ വിശ്വസിക്കേണ്ടതും അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനം എന്തോ അതല്ലാതെ. വഫൗക തഖ്ദീരിനാ ലില്ലാഹി തദ്ബീറു, നമ്മുടെ കണക്കുകൂട്ടലുകളുടെയൊക്കെ മേലെയാണ് സർവാധിനാഥനായ അല്ലാഹുവിന്റെ കണക്കുകൂട്ടൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാഹുവിന്റെ കണക്കുകൂട്ടൽ എന്തോ അതേ ഇവിടെ നടക്കൂ. പ്രിയപ്പെട്ടവരെ, എന്റെ ഉമ്മയുടെ ഉദരത്തിൽ എനിക്ക് 4 മാസം പ്രായമുള്ളപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഞാൻ എവിടെയാണ് ജീവിക്കേണ്ടത്, എവിടെയാണ് മരണപ്പെടേണ്ടത്, എപ്പോഴാണ്, ഏതവസ്ഥയിലാണ്, ഇതെല്ലാം എന്റെ ഉമ്മയുടെ ഉദരത്തിൽ ഞാൻ കിടക്കുന്ന 4 മാസമുള്ള നേരത്ത് അല്ലാഹു രേഖപ്പെടുത്തിയതാണ്. ഇതുപോലെ ഓരോരുത്തരും അവരവരുടെ ഉമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. അതേ ഇവിടെ സംഭവിക്കുകയുള്ളൂ. അതല്ലാത്തതൊന്നും പ്രിയപ്പെട്ടവരെ ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഒരു ഉമ്മമാരും ഒരു സഹോദരിമാരും വലിയ തോതിൽ ആശങ്കാകുലരാകേണ്ടവരല്ല. അനാവശ്യമായ ആശങ്കകൾ അസ്ഥാനത്താണ് എന്ന് ഓർമ്മപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. സൗറിന്റെ ഇരുട്ടറയിൽ മുത്തനബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞൊരു വചനമുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സിദ്ദീഖുൽ അക്ബർ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഭയവിഹലനായ നേരത്ത്, യാ റസൂലല്ലാഹ്, പരിശുദ്ധ നബിയേ, ശത്രുക്കൾ നമ്മളെ കാണുമോ നബിയേ? അവര് നമ്മളെ വകവരുത്തൂലേ നബിയേ? അവര് നമ്മളെ കണ്ടാൽ കൊന്നു കളയൂലേ നബിയേ എന്ന് ഭയത്തോടെ ചോദിച്ച മഹാനായ സിദ്ദീഖുൽ അക്ബർ എന്ന പ്രിയപ്പെട്ട കൂട്ടുകാരനോട് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഉറക്കത്ത് പറയണമെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് അതാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയത്. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ നബിയുനാ റസൂലുള്ളാഹി. കുറച്ചുകൂടെ ആവേശത്തോടെ ആവാം. വിഷമം വിചാരിക്കരുത്. ധാരാളം ആളുകളുണ്ട്, ധാരാളം മുഅ്മിനീങ്ങളുണ്ട്, ധാരാളം വിദ്യാർത്ഥികളുണ്ട്, കുട്ടികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, പ്രായമുള്ളവരുണ്ട്. എല്ലാവരും ഒന്നുകൂടെ ആവേശത്തോടെ ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇത് അങ്ങ് വിട്ടു. അതാണ് പ്രശ്നം. ഇത് പുട്ടിന് തേങ്ങടുന്നത് പോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നു എന്നതാണ് വിഷയം. ഇൻഷാ അല്ലാഹ് അങ്ങനെ ഉണ്ടാവില്ലെന്ന് കരുതിക്കൂടെ? എന്താണ് മനുഷ്യന്മാർ, ആരും മുന്നിലല്ലോ പഠിച്ചോനെ. ഉറക്കെ ചൊല്ലൂലേ? ഒന്നെല്ലാരും ആന്ന് പറഞ്ഞ് ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ് മെല്ലെ ചൊല്ലിയാൽ സലാത്തിലിന്റെ കൂലി കിട്ടാഞ്ഞിട്ടല്ല, പക്ഷെ ഇവിടെ നിൽക്കുന്ന ആളുകൾക്ക് ഒരു ആവേശവും ഒരു ഉന്മേഷമൊക്കെ കിട്ടണം എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സങ്കടം തോന്നരുത്, വിഷമം വിചാരിക്കരുത്. ഉറക്കെ ഒന്നുകൂടി ഇൻഷാ അല്ലാഹ് പറയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് പറഞ്ഞൊരു വചനമുണ്ട്. ലാ തഹ്സൻ, സിദ്ദീഖേ ദുഃഖിക്കരുത്, സങ്കടപ്പെടരുത്. ഇന്നല്ലാഹ മഅനാ, നമ്മൾ രണ്ടുപേരൊറ്റക്കല്ല ഈ ഗുഹക്കകത്ത്. ഇന്നല്ലാഹ മഅനാ, മൂന്നാമതൊരാളുണ്ട് നമ്മുടെ കൂടെ. ഖാലിഖായ റബ്ബുണ്ട് നമ്മുടെ കൂടെ. അതുകൊണ്ട് ഭയപ്പെടരുത്, സങ്കടപ്പെടരുത്. പ്രിയപ്പെട്ടവരെ,
നമ്മൾ പരസ്പരം എപ്പോഴും പ്രത്യേകിച്ച് പ്രതിസന്ധി ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ട വചനമാണിത്. അന്യോന്യം നമ്മൾ പറയേണ്ട വചനമാണിത്. അല്ലാഹു ഉണ്ട് നമ്മുടെ കൂടെ, ഭയപ്പെടേണ്ട കാര്യമില്ല. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. സൂറത്തുൽ അൻഫാലിന്റെ മനോഹരമായ വചനമാണ്. ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, ആത്യന്തികമായ സഹായം പ്രിയപ്പെട്ടവരെ അത് ഉണ്ടാകുന്നത് ഖാലിഖായ റബ്ബിൽ നിന്നാണ്. സഹായത്തിന്റെ ഏറ്റവും വലിയ മുരട് എന്ന് പറയുന്നത് അത് അല്ലാഹു തന്നെയാണ്. അതൊരു പക്ഷേ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിലൂടെയാകാം. ആ സഹായം ലഭിക്കുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകളിലൂടെയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മതസംഘടനകളുടെ ഇടപെടലുകളിലൂടെയാവാം. ആരിലൂടെയായാലും സത്യത്തിൽ ആ സഹായം ആത്യന്തികമായി നമുക്ക് ലഭിക്കുന്നത് മിനല്ലാഹ്. ഒരു സംശയവും വേണ്ട, അല്ലാഹുവിൽ നിന്നാണ്. ആ സഹായം അല്ലാഹുവിൽ നിന്നാണ് ഉണ്ടാവുക. അതാണ് സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു അവിതർക്കിതമായി പറഞ്ഞത്, വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. സഹായം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അല്ലാഹു ആ സഹായം എല്ലാ കാലത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉമ്മത്ത് എപ്പോഴൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലായിട്ടുണ്ടോ അപ്പോഴെല്ലാം ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ചരിത്ര സത്യമാണ്. നമുക്കറിയാം, നമ്മൾ ഈ ഇന്ന് കാണുന്ന ഈ ദിനോസറുകളല്ല, ഇതിനേക്കാൾ ഭീമാകാരന്മാരായ ദിനോസറുകൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ ഇല്ലായ്മ ചെയ്യാൻ എത്രയോ തവണ തുനിഞ്ഞതാണ്. നമ്രൂദ് എന്ന് പറയുന്ന ധിക്കാരിയായ ചക്രവർത്തി ലഅനത്തുല്ലാഹി അലൈഹി, ആ നമ്രൂദാണ് മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിയ അഗ്നിനാളത്തിലേക്ക് വലിച്ചെറിഞ്ഞത് എന്തിന്റെ പേരിൽ? അല്ലാഹു ഏകനാണ്, ഞാൻ അവന്റെ ദൂതനാണ് എന്ന പരമയാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ വലിയ അഗ്നിനാളത്തിലേക്കാണ് വലിച്ചെറിഞ്ഞത്. പക്ഷേ അവിടെ അല്ലാഹു ഇടപെടുകയാണ്. അല്ലാഹുവിന്റെ മനോഹരമായ ഇടപെടലുകൾ അവിടെ ഉണ്ടാവുകയാണ്. ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. നാം പറഞ്ഞു അഗ്നിനാളത്തോട്, അല്ലാഹുവിന്റെ മനോഹരമായ വചനമാണ്. ഖുൽനാ, നാം പറഞ്ഞു, യാ നാർ, ഓ അഗ്നിനാളമേ, കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, നീ ഇബ്രാഹിമിന്റെ മേൽ തണുപ്പും രക്ഷയുമാകണം എന്ന് നാം വിളിച്ചു പറഞ്ഞു എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഇടപെടലുണ്ടായപ്പോ ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ ആ വലിയ അഗ്നിനാളത്തിൽ നിന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മോചിതമാകുന്നതാണ് പിന്നീട് നമ്മൾക്ക് കണ്ടത്. അല്ലാഹുവാണ് ഇടപെടുന്നത്. യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹ്, ഇത് അല്ലാഹു കൊളുത്തിവെച്ച പ്രകാശമാണ്. ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആളുകൾ ധാരാളം ഉണ്ടാകും. പക്ഷേ സർവാധിനാഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിവരയിട്ട് പ്രഖ്യാപിക്കുകയാണ്, വല്ലാഹു മുതിമ്മു നൂരി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് കൊളുത്തിവെച്ച പ്രകാശം പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. ആര് വെറുത്താലും, ആർക്ക് അലോസരമായി അരോചകമായി തോന്നിയാലും, പ്രിയപ്പെട്ടവരെ, ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല കൊളുത്തിവെച്ച ഈ പ്രകാശം അതവൻ ലോകത്ത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്ന് ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല വിളംബരം ചെയ്യുകയാണ്. അതുകൊണ്ട് ആത്യന്തികമായ സഹായം അത് ഇല്ലാ മിൻ ഇൻദില്ലാഹ്, അതാരിൽ നിന്നാണ്? അല്ലാഹുവിൽ നിന്നാണ്. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ പറഞ്ഞില്ല ആരും, ഉറക്കെ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു ഈ ഉമ്മത്തിന് സഹായം നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ആത്യന്തികമായ സഹായം അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്.
ആ സഹായം വേണമെങ്കിൽ അതിനർഹരാകാൻ ഈ ഉമ്മത്തിന് സാധ്യമാകണമെന്നത് മറ്റൊരു വിഷയമാണ്. ആ സഹായം ലഭിക്കാൻ നമുക്കൊരു അർഹതയുണ്ടാകണം. എന്താണ് പ്രിയപ്പെട്ടവരെ ആ സഹായം ഉണ്ടാകാൻ നമുക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്താണ്? നമുക്ക് വേണ്ട അർഹത എന്താണ്? ഈമാനികമായ ആവേശവും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതവും പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമാണ് എന്ന് നേരത്തെ ഇവിടെ പലരും സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ കത്തെഴുതുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ മനോഹരമായ ഒരു നിർണായകമായ അധ്യായമാണിത്. ഖാദിസിയ യുദ്ധത്തിൽ സേനാനായകനായ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ സ്വഹാബിമാരാണ് രണ്ടുപേരും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് ഒരു കത്തെഴുതുകയാണ്. ഖാദിസിയ യുദ്ധം പേർഷ്യക്കാരുമായി നടന്ന യുദ്ധമാണ്. ആ യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തിന്റെ സേനാനായകൻ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആണ്. ആ സഅദിനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വളരെ മനോഹരമായ ഒരു കത്ത് എഴുതുന്നത്. ആ കത്തിൽ വളരെ പ്രധാനപ്പെട്ട 3 നിർദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ നിർദ്ദേശം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, സഅദേ ഇന്നി ആമുറുക വമൻ മഅക മിനൽ അജ്നാദ്. അങ്ങയോടും അങ്ങയോടൊപ്പമുള്ള സൈന്യത്തോടും നാം ആജ്ഞാപിക്കുകയാണ്, നാം നിർദ്ദേശിക്കുകയാണ്, ബിതഖ്വല്ലാഹി അലാ കുല്ലി ഹാൽ. ഈ പോരാട്ടത്തിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകണോ? വിജയമുണ്ടാകാൻ നിങ്ങളിൽ ഉണ്ടാകേണ്ട അർഹത എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? വിജയമുണ്ടാകാൻ നിങ്ങളിൽ ഉണ്ടാകേണ്ട മാനദണ്ഡം എന്തെന്നറിയോ? തഖ്വയുണ്ടാകണം നിങ്ങൾക്ക്. ആരോടാ പറയുന്നത്? സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എന്ന പ്രഗൽഭനായ സ്വഹാബിയോട്. ഖാദിസിയ യുദ്ധത്തിലെ സൈനിക ചീഫ് കമാൻഡറോടാണ് പറയുന്നത്, നിങ്ങളിൽ തഖ്വയുണ്ടാകണം. അലാ കുല്ലി ഹാൽ, ഏത് അവസ്ഥയിലും നിങ്ങൾക്ക് തഖ്വയുണ്ടാകണം. തഖ്വ എന്ന ആയുധമാണ് നിങ്ങളുടെ കൈവശം ഉണ്ടാകേണ്ടത്. ആൾബലവും ആയുധബലവുമെല്ലാം പിന്നെയാണ്. നിങ്ങളിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ആത്മീയമായ ആയുധം എന്ന് പറയുന്നത് അത് തഖ്വയാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അത്തഖ്വാ ഹിയ അസ്സിലാഹുൽ ഖുവാ. തഖ്വയാണ് ഏറ്റവും മൂർച്ചയേറിയ ആയുധമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വയാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും മൂർച്ചയേറിയ ആയുധം തഖ്വയാണ്. അതാണ് മഹാനായ മഖ്ദൂം തങ്ങൾ വളരെ മനോഹരമായി അസ്കിയ എന്ന ഗ്രന്ഥത്തിൽ പാടിയത്. അതാണ് തഖ്വൽ ഇലാഹി മദാറു കുല്ലി സഅദതി വതിബാഉ അഹ്വാ റഅസു ശർരി ഹബായിലാ. തഖ്വയാണ് എല്ലാ വിജയങ്ങളുടെയും മാനദണ്ഡമെന്ന് മഹാനായ മഖ്ദൂം തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ വചനത്തിന്റെ ആശയമാണത്. അത്തഖ്വാ ഹിയ അസ്സിലാഹുൽ അഖ്വാ. തഖ്വയാണ് ഏറ്റവും വലിയ ആയുധം. അതാണ് നമ്മൾ സത്യത്തിൽ പലപ്പോഴും പോരാട്ടത്തിന്റെ പാതയിലാണ്. നമ്മൾ പോരാട്ടത്തിന്റെ പാതയിലാണെങ്കിലും നിരായുധരാണ് നമ്മൾ ആ പോരാട്ടത്തിന്റെ പാതയിൽ എന്നതാണ് വിഷയം. നിരായുധരാണ് നമ്മൾ. നമ്മുടെ കയ്യിൽ ശരിയായ ആയുധത്തിന്റെ അഭാവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആയുധം എന്ന് പറയുന്നത് വാളുകളോ കുന്തങ്ങളോ അല്ല, മറിച്ച് അത്തഖ്വാ, ദൈവഭയം എന്ന ഏറ്റവും ഉയർച്ചേറിയ ആയുധത്തിന്റെ അഭാവമാണ് നമ്മുടെ പോരാട്ടങ്ങളിൽ തോൽക്കാൻ, നമ്മുടെ പോരാട്ടങ്ങളിൽ വിജയം കാണാതിരിക്കാനുള്ള കാരണം അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്നാമത്തെ നിർദ്ദേശം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ നിർദ്ദേശം അതാണ്.
നിങ്ങളിൽ തഖ്വയുണ്ടാകണം. അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും തഖ്വ എന്ന ആയുധം നിങ്ങൾ മുറുകെ പിടിക്കണം. സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്. രണ്ടാമതായി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നൽകുന്ന നിർദ്ദേശം, ഇന്നി ആമുറുക വമൻ മഅക മിനൽ അജ്നാദ്, അങ്ങയോടും അങ്ങയോടൊപ്പമുള്ള സൈന്യത്തോടും നാം രണ്ടാമതായി ആജ്ഞാപിക്കുകയാണ്, കൂനു അശദ്ദ ഇഹ്തിറാസം മിനദ്ദുനൂബ്, പരമാവധി അപരാധങ്ങളിൽ നിന്ന്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, അകന്നു നിൽക്കാൻ നിങ്ങൾക്ക് സാധ്യമാകണമെന്നതാണ് രണ്ടാമത്തെ നമ്മുടെ നിർദ്ദേശം. അതാണ് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്കാകണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ നിർദ്ദേശമാണിത്. അപരാധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയണം, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ. വളരെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോരാട്ടങ്ങളിൽ പലപ്പോഴും നമ്മൾ തളർന്നു പോകുന്നത്, നമ്മൾക്ക് വിജയം കാണാതിരിക്കുന്നത്, അതുപോലെ മാരകമായ വൈറസുകളും വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങളും നമ്മളെ വേട്ടയാടുന്നതൊക്കെ സത്യത്തിൽ നമ്മളിൽ അധാർമികത തഴച്ചു വളരുന്നത് കൊണ്ടാണ് എന്നാണ് ഈ പറയുന്ന മനോഹരമായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ കാഴ്ചപ്പാടിന്റെ ആശയം. അതാണ് അധാർമികതയും അനാശ്വാസ പ്രവണതകളും ഉമ്മത്തിൽ വർദ്ധിച്ചു വരുമ്പോ, പ്രിയപ്പെട്ടവരെ, പ്രകൃതി ദുരന്തങ്ങൾ അടിക്കടി ഈ ഉമ്മത്തിനെ പിടികൂടുന്നതാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഒരു ഭൂകമ്പം ഉണ്ടായപ്പോ ആ ജനങ്ങളെ വിളിച്ചുകൂട്ടി പറയുകയാണ്, മദീനയിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. ചില കെട്ടിടങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുകയാണ്. ആ ഭൂകമ്പത്തിൽ ചില കെട്ടിടങ്ങളും വീടുകളൊക്കെ തകരുകയാണ്. അപ്പോഴാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന നിവാസികളെ ഒരുമിച്ച് കൂട്ടി അവരോട് പറയുന്നത്, സ്വഹാബത്തെ, ഇനിയൊരു തവണ ഈ മദീനയിൽ ഇതുപോലൊരു പ്രകൃതി ദുരന്തമുണ്ടായാൽ ലാ ഉജാവിറുക്കും അബദാ, നിങ്ങളുടെ കൂടെ താമസിക്കാൻ എന്നെ കിട്ടൂല, ഞാൻ ഉണ്ടാകില്ല. ആരാ പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇനിയൊരു തവണ ഈ മദീനയിൽ ഭൂകമ്പമുണ്ടായാൽ നിങ്ങളോടൊപ്പം താമസിക്കാൻ ഞാൻ ഉണ്ടാകില്ല. സ്വഹാബത്ത് ചോദിച്ചു, യാ അമീറൽ മുഅ്മിനീൻ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ, ഭൂകമ്പവും ഞങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഞങ്ങൾ എന്ത് പിഴച്ചു ഇവിടെ ഭൂകമ്പമുണ്ടായതിന്? ഞങ്ങളോടെന്തിനാണ് അങ്ങ് കയർക്കുന്നത്? അപ്പോഴാണ് ഉമർ എന്നവർ തന്റെ സ്വഹാബത്തിനോട് പറയുന്നത്, സ്വഹാബത്തെ, ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല, സമൂഹത്തിൽ അപരാധങ്ങളും തിന്മകളും അധികരിക്കുമ്പോഴാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുക എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് അങ്ങനെ പറയാനുള്ള കാരണം. ഇനിയും ഇവിടെ ഒരു പ്രകൃതി ദുരന്തമുണ്ടായാൽ തീർച്ചയായും അത് നമ്മുടെ അപരാധങ്ങളെ കൊണ്ടാണ് ഉണ്ടാവുക, നമ്മൾ ചെയ്യുന്ന തിന്മകളെ കൊണ്ടാണ് ഉണ്ടാവുക. അങ്ങനെ വന്നാൽ ഇനി നിങ്ങളോടൊപ്പം താമസിക്കാൻ ഞാൻ ഉണ്ടാകില്ല എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സ്വഹാബത്തിനോട്, മദീന നിവാസികളോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ സൈനിക കമാൻഡറായ സഅദ് ഇബ്നു അബീ വഖാസിന് നൽകുന്ന രണ്ടാമത്തെ നിർദ്ദേശം അതാണ്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നിങ്ങൾ പരമാവധി അകന്നു നിൽക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തെറ്റുകുറ്റങ്ങളിൽ നിന്ന്, അപരാധങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കലാണ്. ഇതുപോയ പാപങ്ങളെ ഓർത്ത് അല്ലാഹുവിനോട് ഖേദിച്ചു പേടിച്ചു മടങ്ങലാണ്. ആത്മീയമായ ഒരു മുന്നേറ്റം നടത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മീയമായ ഒരു ഔന്നിത്യമുണ്ടാക്കലാണ്.
നിങ്ങൾ തന്നെയാണ് ലോകത്തെ ഏറ്റവും വലിയ ഉന്നതരായ ആളുകൾ. ഔന്നിത്യത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ കവച്ചു വെക്കാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഒരു നിബന്ധനയേ ഉള്ളൂ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നിങ്ങളിൽ ആത്മാർത്ഥമായ വിശ്വാസവും അതുപോലെ ദൈവഭക്തിയുമുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും ഉന്നതരെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഖൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله. ഉറക്കെ അല്ലാഹ്, ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് എന്താ ഒരു ഉഷാറിട്ടാത്ത? ഉറക്കെ നല്ല റാഹത്തായിട്ട് പാടി ഒന്നുകൂടി. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് ഹബീബില്ലാഹ് ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വൻ നിഖമ ومن هم ومن غمّة بأهل البدر يا الله صلاة الله سلام الله. صلاة الله سلام الله حبيب الله على ياسين حبيب الله. പ്രിയപ്പെട്ടവരെ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അപരാധങ്ങളിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. തെറ്റ് ചെയ്യാത്തവരായി ദുനിയാവിൽ ആരുമില്ല, അല്ലെ? മനുഷ്യ സഹജമാണ്. അപരാധങ്ങൾ ചെയ്യുക എന്നത്, തെറ്റുകുറ്റങ്ങൾ ചെയ്യുക എന്നത് മനുഷ്യ സഹജമാണ്. കുല്ലു ബനീ ആദമ ഖത്വാഊൻ. ആദമിന്റെ മക്കളെല്ലാം തെറ്റുകാരാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനമാണിത്. ആദമിന്റെ മക്കളെല്ലാം തെറ്റുകാരാണ്. മലക്കുകളെ പോലെയല്ല നമ്മൾ, പ്രവാചകന്മാരെ പോലെയുമല്ല നമ്മൾ. വൽ അംബിയാഉ കുല്ലുഹും മഅസൂമൂൻ. പ്രവാചകന്മാരെ മുഴുവനും പാപസുരക്ഷിതരാണ് എന്നതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസ പ്രമാണം. പ്രവാചകന്മാരൊക്കെ പാപസുരക്ഷിതരാണ്, അവര് കുറ്റം ചെയ്യില്ല, അവരിൽ നിന്ന് അപരാധങ്ങൾ, തിന്മകൾ ഉണ്ടാവുകയില്ല. അതുപോലെ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ മലക്കുകളും അങ്ങനെ തന്നെയാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅമറൂൻ. അല്ലാഹുവിന്റെ ആജ്ഞകൾ ഒരിക്കലും അവർ ലംഘിക്കൂല. പടച്ചവന് പറഞ്ഞതിനപ്പുറം ഒരിഞ്ചു പോലും അവര് പോകൂല. അതാണ് മഹാന്മാരായ മലക്കുകൾ. അമ്പിയാക്കളും തെറ്റ് ചെയ്യൂല. പിന്നെ സാധാരണക്കാരായ നമ്മൾ, പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ ആരാണെന്നറിയോ? വഖൈറുൽ ഖത്വാഈന അത്തവ്വാബൂൻ. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ, പ്രിയപ്പെട്ടവരെ, പശ്ചാത്താപ മനസ്സുള്ളവരാണ്. എല്ലാരും തെറ്റ് ചെയ്യും, ആരും പുണ്യവാളന്മാരാകേണ്ടവരല്ല. അങ്ങനെ കുറെ ആളുകളുണ്ട് നമ്മളിൽ, പുണ്യവാളന്മാരായി ചമയുന്നവർ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഇമാം അൽ ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ചിലരെ കുറിച്ച്. ജനങ്ങളിലുണ്ട് ചില ആളുകൾ, അവരുടെ സ്വന്തം ശരീരം ഹിംസ്ര ജന്തുക്കൾ വന്ന് കാർന്ന് തിന്നുന്നത് അവർക്ക് വിഷയമേ അല്ല. അവന്റെ അരികിലുള്ള ആളുകൾ, അവരുടെ ശരീരത്തിൽ ഒരു കൊതുക് വന്നിരുന്നാൽ അത് ആട്ടിയോടിക്കാൻ വലിയ ശ്രദ്ധ കാണിക്കുന്നവരാണവർ. സ്വന്തം ശരീരം ഹിംസ്ര ജന്തുക്കൾ വന്ന്, വന്യജീവികൾ വന്ന് മാന്തി പൊളിക്കുന്നത് വിഷയമല്ല എന്ന് പറഞ്ഞാൽ സ്വന്തം വലിയ വലിയ അപരാധങ്ങൾ ചെയ്യുന്നവരാണവർ, വലിയ കുറ്റം ചെയ്യുന്നവർ. അതവർക്ക് വിഷയമേ അല്ല. അവരങ്ങനെ പരിസരത്തുള്ള ആളുകളുടെ, സ്നേഹിതന്മാരുടെ, അതുപോലെ അവന്റെ കൂട്ടുകുടുംബാദികളുടെ, ബന്ധുമിത്രാദികളുടെ, അയൽവാസികളുടെ ഒക്കെ കുറ്റങ്ങളും കുറവുകളും അങ്ങനെ കണ്ടുപിടിക്കുന്നവരാണ്.
അവിടെ ചെറിയ എന്തെങ്കിലും ഒരു സ്ഖലിതങ്ങൾ ഉണ്ടായാൽ അതിനെ പർവ്വതീകരിച്ച് അവതരിപ്പിക്കുകയും അത് വലിയ അപരാധമാണെന്ന് ചിത്രീകരിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയുണ്ട് ജനങ്ങളിൽ ചില ആളുകൾ, അവർ വല്ലാതെ മോശക്കാരാണെന്ന് മഹാനായ ഇമാമുൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, ആരും പുണ്യവാളന്മാരാകേണ്ട ആളുകളല്ല, എല്ലാവരും തെറ്റുകാരാണ്. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ പശ്ചാത്താപ മനസ്സുള്ളവരാണ്. അല്ലാഹുവിലേക്ക് നിറകണ്ണുകളോട് നാഥനിലേക്ക് മടങ്ങാൻ സന്നദ്ധരാകുന്നവരാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും അത് തന്നെയാണ്. വഅനീബൂ ഇലാ റബ്ബിക്കും, നിങ്ങളുടെ നാഥനിലേക്ക് നിങ്ങൾ ഖേദിച്ച് പേടിച്ച് മടങ്ങണേ. വഅസ്ലിമൂ ലഹു, നിങ്ങൾ പരിപൂർണമായി അവന് വേണം വഴിപ്പെട്ട് ജീവിക്കാൻ, അവന് വേണം നിങ്ങൾ വഴിപ്പെട്ട് ജീവിക്കാൻ. മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ്, ഭയാനകമായ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതിന് മുമ്പ്. അങ്ങനെ ഭയാനകമായ ശിക്ഷ നിങ്ങൾക്ക് വന്നാലോ, സുമ്മ ലാ തുൻസറൂൻ, പിന്നെ നിങ്ങളെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാകില്ല. ഒരു സംവിധാനങ്ങൾക്കും നിങ്ങളെ സഹായിക്കാനാവില്ല. ഏത് വലിയ ഏജൻസികളായാലും സർക്കാർ സംവിധാനങ്ങളായാലും ആര് ഏതെല്ലാം രീതിയിൽ പ്രയത്നിച്ചാലും നിങ്ങളെ സഹായിക്കാൻ പിന്നെ സാധ്യമല്ല. അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങളെ പിടികൂടിയാൽ. എത്ര യാഥാർത്ഥ്യമാണ് അല്ലാഹു ഈ പറയുന്നത്, എത്ര മനോഹരമായ വചനമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പശ്ചാത്താപമുള്ള ഒരു മനസ്സാണ് നമുക്കൊക്കെ വേണ്ടത് എന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവർ നല്ല മനസ്സുള്ളവരാണ്. തൗബ ചെയ്യാനുള്ള, ഖേദിച്ച് പേടിച്ച് മടങ്ങാനുള്ള മനസ്സുള്ള ആളുകളാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഐനാനി ലാ തമസ്സുഹുമന്നാർ, ഇമാം തുർമുദി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഐനാനി, രണ്ട് കണ്ണുകൾ, ലാ തമസ്സുഹുമന്നാർ, അത് നരകം തൊടാത്ത നയനങ്ങളാണ്. നരകം തൊടാത്ത രണ്ട് നയനങ്ങളുണ്ട്, രണ്ട് കണ്ണുകൾ. ഒന്ന് ഐനും ബകത് മിൻ ഖശിയത്തില്ലാഹ്, ഒന്ന് അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണാണ്. പാതിരാവിന്റെ നിശബ്ദതയിൽ എല്ലാവരും നിദ്ര കൊള്ളുന്ന നേരത്ത്, എല്ലാവരും ഉറങ്ങണ നേരത്ത്, ആരും അറിയാതെ, ആരെയും ബോധ്യപ്പെടുത്താനല്ലാതെ ഞാൻ എന്റെ റബ്ബിനോട്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇരു കരങ്ങളും ഇരു നയനങ്ങളും ഉയർത്തി ദുആ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ദുആ ചെയ്യുമ്പോ ഹിമഗണങ്ങൾ നമ്മുടെ കവിൾ തടങ്ങളിലൂടെ താഴോട്ടൊലിച്ചിറങ്ങുന്നത്, ആ കണ്ണുനീർ ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, അത് നരകം തൊടാത്ത കണ്ണാണ്, നരകം തൊടാത്ത നയനമാണ്. വഅയ്നുൻ തഹ്രിസു ഫീ സബീലില്ലാഹ്, മറ്റൊന്ന് അള്ളാന്റെ മാർഗത്തിൽ കാവലിരുന്ന കണ്ണാണ് രണ്ടാമത്തെ കണ്ണ്. ഈ രണ്ട് കണ്ണുകൾ നരകം തൊടൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ യലിജുന്നാർ, ഇമാം തബറാനി തങ്ങളും ഇമാം തുർമുദി തങ്ങളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു നബിവചനമാണിത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലാ യലിജുന്നാർ, നരകം കടക്കുകയേ ഇല്ല. റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്, ചെയ്തുപോയ അപരാധങ്ങളെയോർത്ത്, അല്ലാഹുവിനെയോർത്ത് പൊട്ടിക്കരഞ്ഞ മനുഷ്യന്, തേങ്ങിക്കരഞ്ഞ മനുഷ്യൻ, അവന് നരകം കടക്കുകയില്ല. ഹത്താ യഊദൽ ലബനു ഫിൽ റൈ, അകടിൽ നിന്ന് കറന്നെടുത്ത പാൽ അതിന്റെ അകടിലേക്ക് തന്നെ തിരിച്ചു മടങ്ങിയാൽ പോലും
അകിടിൽ നിന്ന് കറന്നെടുത്ത പാൽ അതിന്റെ അകിടിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുക എന്നത് അസംഭവ്യവും അസാധ്യവുമാണ്. എന്നാൽ അതിനേക്കാൾ അസംഭവ്യവും അസാധ്യവുമാണ് അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ ഒരു മനുഷ്യൻ നരകത്തിൽ കടക്കുക എന്നത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വഅനീബൂ ഇലാ റബ്ബിക്കും, നാഥനിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ഉടനെ മദീന നിവാസികളോട് നൽകിയ ആദ്യത്തെ 4 നിർദ്ദേശങ്ങൾ കാണാം. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. അഫ്ശുസ്സലാം വഅത്ഇമുത് ത്വആം വസിലുൽ അർഹാം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. സ്വർഗം കടക്കലാണ് നമ്മുടെ ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ കടക്കുക എന്നത് ഏതൊരു വിശ്വാസിനിയുടെയും ഏറ്റവും വലിയ അഭിലാഷമാണ്, വലിയ ആഗ്രഹമാണ്. സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗം കടക്കാൻ സാധ്യമാകണോ? 4 നിർദ്ദേശമാണ് മുത്തനബി തങ്ങൾ മദീനയിൽ വന്ന ഉടനെ മദീന നിവാസികൾക്ക് മുന്നിൽ വെച്ചത്. 4 നിർദ്ദേശമാണ്. അഫ്ശുസ്സലാം. ഈ 4 നിർദ്ദേശങ്ങളിൽ ആദ്യത്തെ 3 എണ്ണവും മനുഷ്യർ തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന നിർദ്ദേശങ്ങളാണ്. മനുഷ്യൻ തമ്മിലുള്ള കടപ്പാടുകളെ കുറിച്ചും ബന്ധത്തെക്കുറിച്ചുമാണ് പറയുന്നത് ആദ്യത്തെ 3 നിർദ്ദേശങ്ങളും. 4ാമത്തേതാണ് ഖാലിഖായ റബ്ബുമായി മനുഷ്യൻ ബന്ധപ്പെടുന്ന കാര്യം പറയുന്നത്. 4ാമത്തേതാണ് അഫ്ശുസ്സലാം. ഒന്നാമതായി പറഞ്ഞത് നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ. എല്ലാരോടും സലാം പറയാ. എല്ലാവരോടും നിങ്ങൾ അസ്സലാമു അലൈക്കും പറയണം. സലാം പറയാൻ പിശുക്ക് കാണിക്കുന്നത് ശരിയല്ല ഈ ഉമ്മത്ത്. അതാണ് 1ാമത്തെ നിർദ്ദേശം. അതാണ് എല്ലാരോടും സലാം പറയാ. പരിചയമുള്ളവരോടും ഇല്ലാത്തവരോടും നിങ്ങൾ സലാം പറയാ. കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത്, അത് തന്നെയാ നബി തങ്ങളിൽ നിന്നുള്ളത് എന്ന് പാടിയിട്ടുണ്ട് മഹാനായ തഴവ ഉസ്താദ് തന്റെ അൽ മവാഹിബുൽ ജലിയ എന്ന വിശ്വവിഖ്യാതമായ ഗ്രന്ഥത്തിൽ. സലാം കൊണ്ടാണ് മിണ്ടൽ ആരംഭിക്കേണ്ടത്. എല്ലാരോടും സലാം പറയാം. അവസാന നാളിന്റെ അടയാളമാണ് തസ്ലീമുൽ ഖാസ, പ്രത്യേകക്കാരായ ആളുകളോട് സലാം പറയുന്നത്. നമ്മുടെ ആളാണോ, നമ്മുടെ പാർട്ടിക്കാരനാണോ, അയാൾ നമ്മുടെ ഗ്രൂപ്പുകാരനാണോ എന്ന് നോക്കി ആളും തരവും നോക്കി സലാം പറയുന്ന കാലം വരുന്നത് അത് അവസാന നാളിന്റെ അടയാളമാണെന്ന് താജ്ദാറെ മദീന നബി മുഹമ്മദ് മുസ്തഫ. ആളും തരവും നോക്കി സലാം പറയുന്ന കാലം വരിക എന്ന് പറഞ്ഞാൽ അത് അവസാന നാളിന്റെ അടയാളമാണ്. ബാക്കി ഞാൻ നിങ്ങൾക്ക് വിടുകയാണ്, പൂരിപ്പിച്ചാൽ മതി. എൻ്റെ പ്രിയപ്പെട്ടവരെ, സലാം അധികരിപ്പിക്കണം. ഇന്ന് നമ്മുടെ അകന്നു നിൽക്കുന്ന ബന്ധങ്ങളൊക്കെ അല്ലെ, ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ അകന്നു നിൽക്കുന്ന എത്രയോ ആളുകളെ കാണാം. നിസ്സാരമായ വിഷയങ്ങളുടെ പേരിൽ കാലങ്ങളായി പിണങ്ങിക്കഴിയുന്നവർ. ഉസ്താദേ, 15 കൊല്ലമായി ഞാനും അവനും തമ്മിൽ പിണങ്ങിയിട്ട് 15 കൊല്ലമായി ഉസ്താദേ, ഇന്നുവരെ ഞങ്ങൾ നന്നായിട്ടില്ല എന്ന് അഭിമാനത്തോടെ പറയുന്ന ആളുകൾ. അങ്ങനെ അഭിമാനത്തോടെ പറയുന്ന ആളുകളുണ്ട്. 15 കൊല്ലമായി ഞാനും ഓനും തമ്മിൽ മിണ്ടിയിട്ടില്ല. ആരെപ്പറ്റിയാ പറയുന്നത്? ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനുജന്മാരെ പറ്റി. 15 വർഷമായി നീ അവനോട് മിണ്ടിയിട്ടില്ല എന്ന അഭിമാനത്തോടെ പറയുന്ന സഹോദരാ, 15 വർഷമായി നിന്റെ നമസ്കാരം നിന്റെ തലക്ക് മുകളിൽ ഒരു ചാണ് മേൽപോട്ട് പോയിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥമെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 15 കൊല്ലമായി അങ്ങനെ പറയുന്ന ആളുകളുടെ നമസ്കാരം ഒരു ചാണ് മേൽപോട്ട് പോയിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണ്. ആ ഭാഗത്തേക്ക് അങ്ങനെ കടന്നുപോയ കുറേ ദീർഘിച്ചു പോകും. ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ പിണക്കങ്ങളും സലാമിലൂടെ അവസാനിപ്പിക്കേണ്ടതാണ്.
ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ടു പോകുന്നവർ നമ്മൾ, എത്രയോ മരണങ്ങൾക്ക് സാക്ഷികളായിട്ടുള്ളവർ നമ്മൾ, എത്രയോ ചെറുപ്പക്കാരുടെ ജനാസകളെ അനുഗമിച്ചിട്ടുള്ളവർ നമ്മൾ, എത്രയോ ചെറുപ്പക്കാരുടെ യുവാക്കളുടെ ജനാസകളെ കൊണ്ടുപോയി ഖബറിൽ താഴ്ത്തി മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ എന്ന് പറഞ്ഞ് 3 പിടി മണ്ണ് വാരി എറിഞ്ഞവരാണ് നമ്മൾ. എന്നിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിൽ നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് പരസ്പരം നോക്കാൻ മടിക്കുന്നവർ, പരസ്പരം സലാം പറയാൻ മടി കാണിക്കുന്നവർ, പരസ്പരം ഒന്നും മിണ്ടാനും പരസ്പരമൊന്ന് സംസാരിക്കാനുമൊക്കെ മടി കാണിക്കുന്നവരെ ചെയ്യുന്നത് വലിയ അപരാധമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് ഞാൻ സസ്നേഹം സവിനയം ബഹുമാന്യ സദസ്സിനോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഖൈറുക്കും മൻ യബ്ദഉ ബിസ്സലാം. ആരാണോ നിങ്ങളിൽ ആദ്യം സലാം പറയുന്നത് അവനാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ സല്ലമ അലാ 20 റജുലൻ മിനൽ മുസ്ലിമീൻ, ഒരാൾ 20 ആളുകളോട് ഒരു ദിവസം അസ്സലാമു അലൈക്കും പറഞ്ഞാൽ, ജമാഅതൻ ഔ ഫുറാദാ, ഒറ്റക്കുള്ള 20 പേരോടായാലും കൂട്ടം കൂടി നിൽക്കുന്ന 20 പേരോടായാലും ഒരു ദിവസം ഒരാൾ 20 പേരോട് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ, എന്നിട്ട് ആ ദിവസം അയാൾ മരണപ്പെടുകയും ചെയ്താൽ വജബത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗ്ഗം നിർബന്ധമാണ് എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തബ്റാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. അപ്പൊ ഒന്നാമത്തെ നിർദ്ദേശം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ. രണ്ടാമതായി പറഞ്ഞത് നിങ്ങൾ ആളുകൾക്ക് ഭക്ഷണം നൽകണേ. നിങ്ങൾ ആതിഥ്യ മര്യാദയുള്ളവരാകണം. വീട്ടിൽ ആര് വന്നാലും അവർ നിങ്ങളുടെ അതിഥികളാണ്, നിങ്ങൾ ആതിഥേയന്മാരുമാണ്. അവരെ നിങ്ങൾ ആദരിക്കണമെന്ന് ലോകത്തോട് വിളംബരം ചെയ്ത നേതാവാണ് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് രണ്ടാമത്തെ നിർദ്ദേശം. മൂന്നാമതായി പറഞ്ഞത് വസിലുൽ അർഹാം, നിങ്ങൾ ബന്ധങ്ങൾ കൂട്ടിയിണക്കണേ, നിങ്ങൾ ബന്ധങ്ങളെ ചേർത്ത് പിടിക്കണേ. മൂന്നാമത്തെ നിർദ്ദേശമാണത്. നാലാമതായി ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വചനം, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, എല്ലാരും ഉറങ്ങണ നേരത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തണം. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം, പാതിരാവിന്റെ നിശബ്ദതയിൽ നിങ്ങൾ സൃഷ്ടാവിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തണേ. ഈ 4 കാര്യം നിങ്ങൾ ചെയ്താൽ തദ്ഖുലുൽ ജന്നത ബിസലാം, സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗ്ഗം കടക്കാൻ സാധിക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം കടക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലഫൽ അലിഫൂൻ ലാമ മദ്ഹി അലൽ ആലിയാൽ أول سطور بسم الله بدء القال قال لا إله إلا الله أحمد الله مصليا مسلما على أحمد والآل والصحاب من للآل آل لا إله. ഒന്നുകൂടി ഉറക്കെ എന്താണ് പഠിച്ചവനെ ഒരു ഉഷാർ കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുരക്ഷിതമായി നിങ്ങൾക്ക് സ്വർഗം കടക്കാൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന 4 നിർദ്ദേശങ്ങളിൽ നാലാമത്തെ നിർദ്ദേശം വസല്ലൂ ബില്ലൈലി വന്നാസു നിയാം,
എല്ലാവരും ഉറങ്ങണ നേരത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണം എന്നതാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തിയത്, ചെയ്തുപോയ അപരാധങ്ങളിൽ നിന്ന് പശ്ചാത്താപ മനസ്സോടെ അള്ളാഹുവിലേക്ക് മടങ്ങാൻ നമുക്ക് സാധ്യമാകണം. അതാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ രണ്ടാമത്തെ നിർദ്ദേശം. അതാണ് സഅദ് ഇബ്നു അബീ വഖാസ് എന്ന സൈനിക ചീഫ് കമാൻഡറോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നടത്തിയ രണ്ടാമത്തെ ഉപദേശം. അതാണ് പരമാവധി അപരാധങ്ങളിൽ നിന്ന്, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണേ. മൂന്നാമതായി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, എഴുതുകയാണ്, സഅദേ, മൂന്നാമത് നാം അങ്ങയോടും അങ്ങയുടെ സൈന്യത്തോടും നാം നൽകുന്ന മൂന്നാമത്തെ നിർദ്ദേശം എന്തെന്നറിയോ? നിങ്ങൾ ഒരിക്കലും കരുതരുത് ശത്രു നമ്മളെക്കാൾ മോശക്കാരാണ്. നമ്മളൊന്നുമില്ലെങ്കിലും നിസ്കരിക്കുന്നവരാണല്ലോ, നമ്മളെ നോമ്പെടുക്കുന്നവരാണല്ലോ, ശത്രു നമ്മളെക്കാൾ മോശപ്പെട്ടവരാണല്ലോ, അതുകൊണ്ട് അല്ലാഹുവിന്റെ സഹായമുണ്ടാകും എന്ന് നിങ്ങൾ കരുതരുത്. അല്ലാഹുവിന്റെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകണോ എങ്കിൽ പ്രിയപ്പെട്ടവരെ, പരമാവധി അപരാധങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും തഖ്വയെന്ന ദൈവഭയമെന്ന ഏറ്റവും വലിയ വജ്രായുധം മുറുകെ പിടിക്കാനും നിങ്ങൾക്ക് സാധ്യമാകണമെന്നാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന് എഴുതുന്ന കത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള 3 കാര്യങ്ങളാണിത്. അതുകൊണ്ട് അല്ലാഹു ഈ ഉമ്മത്തിന് വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ അല്ലാഹു തഖ്വയും ഈമാനും വർദ്ധിപ്പിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വർഗം കടക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷവും താല്പര്യവും അതാണ്. പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങളിൽ ഒത്തുചേരുന്നത്. നമ്മൾ ധാരാളം നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എല്ലാം നാളെ പരലോകത്ത് സ്വർഗീയ ആരാമങ്ങളിൽ പരിരസിക്കണമെന്ന വലിയ താല്പര്യത്തോടുകൂടെയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ സ്വർഗമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെ ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഇന്നല്ലാഹ നളറ ഇലാ കുല്ലി ഷൈഇൻ യഷ്തഹി ഇബ്നു ആദം. ഒരു മനുഷ്യൻ ദുനിയാവിൽ എന്തൊക്കെയാണോ അവൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഫജഅലഹു ഫിൽ ജന്ന, അത് മുഴുവനും അല്ലാഹു സംവിധാനിച്ച ഇടമാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ. ദുനിയാവിലൊരു മനുഷ്യന് ഇഷ്ടപ്പെട്ടത് എന്തെല്ലാമുണ്ടോ അത് മുഴുവനും സംവിധാനിച്ച ലോകമാണ് സ്വർഗീയ ലോകം എന്ന് പറയുന്നത്. വനളറ ഇലാ കുല്ലി ഷൈഇൻ മിമ്മാ യക്റഹു ഇബ്നു ആദം ഫിദ്ദുനിയാ. ദുനിയാവിൽ ഒരു മനുഷ്യന് വെറുക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഫജഅലഹു ഫിന്നാർ, അത് മുഴുവനത്തെയും അല്ലാഹു നരകത്തിൽ സംവിധാനിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്. എല്ലാ നന്മയുടെയും ഉറവിടമാണ് സ്വർഗമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ മുത്തുനബി തങ്ങൾ പറഞ്ഞത്. അല്ലാഹു പറയുകയാണ്, അഅദത്തുൽ ഇബാദിയസ് സ്വാലിഹീന മാ ലാ ഐനു റഅത്, ഒരു കണ്ണും ഇതുവരെ കണ്ടിട്ടില്ലാത്ത, വലാ ഉദുനും സമിഅത്, ഒരു ചെവിയും ഇതുവരെ കേട്ടിട്ടില്ലാത്ത, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഇന്നുവരെ സങ്കൽപ്പിക്കുക പോലും ചെയ്തിട്ടില്ലാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ് എന്റെ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകൾക്ക് നാം തയ്യാർ ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. ഖുദ്സിയായ ഹദീസാണിത്. അല്ലാഹു പറയാണ്, ഒരാളും ഇന്നുവരെ കാണാത്ത എത്രയോ വീടുകളിൽ പോയിട്ടുള്ളവരാണ് നമ്മൾ, അല്ലെ? കൊട്ടാര സമാനമായ വീടുകൾ സന്ദർശിച്ചിട്ടുള്ളവരാണ് നമ്മൾ. ഒരുപാട് സമ്പന്നന്മാരുടെ വലിയ വലിയ കാഴ്ച ബംഗ്ലാവുകൾ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. പ്രിയപ്പെട്ടവരെ, അതൊക്കെ നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ്. പല വീടുകളും കാണുമ്പോൾ നമ്മൾ അത്ഭുത സ്തബ്ധരായിട്ടുള്ളതാണ്. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സങ്കല്പിക്കുന്നതിനും അപ്പുറമുള്ള ലോകമാണ് സ്വർഗമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്.
ആ സ്വർഗം അതിയായ ആഗ്രഹത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവർക്കല്ലാതെ അള്ളാഹു സ്വർഗം നൽകുകയില്ലെന്ന് ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുകയാണ്. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിൽ കടക്കൂല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. ഇമാം ദൈലമി തങ്ങൾ തന്റെ മുസ്നദുൽ ഫിർദൗസ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കടക്കുകയില്ല, ഇല്ലാ ഹരീസുൻ അലൈഹാ, അതിയായ ആഗ്രഹമുള്ളവരെ അല്ലാതെ അല്ലാഹു സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൂല. നല്ലോണം ആഗ്രഹം വേണം എന്നാണ് സ്വർഗം കടക്കണമെങ്കിൽ. ഞാനിങ്ങനെയൊക്കെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് അല്ലാഹ് സ്വർഗത്ത് കടത്തുകയാണെങ്കിൽ കടത്തിക്കോട്ടെ എന്ന് തോന്നരുത്. അങ്ങനെ ഒരു ധാരണ അല്ല സ്വർഗത്തെക്കുറിച്ച് നമുക്ക് വേണ്ടത്. എപ്പോഴും സ്വർഗത്തോടുള്ള അതിയായ ആഗ്രഹവും സ്വർഗം കടക്കാനുള്ള വലിയ പ്രാർത്ഥനയും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നാണ്. അള്ളാഹുവിനോട് സ്വർഗം തേടാൻ, അതിയായ താല്പര്യത്തോടെ സ്വർഗം ചോദിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാകണം. സ്വഹാബത്ത് ചോദിച്ചു മുത്തുനബി തങ്ങളോട്, യാ റസൂലല്ലാഹ് അഖ്ബിർനാ അനിൽ ജന്നതി മാ ബിനാഉഹാ, മുത്തുനബിയെ ഒന്ന് സ്വർഗത്തെപ്പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ നബിയെ? എങ്ങനെയാണ് സ്വർഗത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്? ഹബീബ നബി തങ്ങൾ പറഞ്ഞു സ്വഹാബത്തിനോട്, ലബിനതും മിൻ ദഹബിൻ വലബിനതും മിൻ ഫില്ലാ, സ്വർണത്തിന്റെയും വെള്ളിയുടെയും മനോഹരമായ ഇഷ്ടികകളെ കൊണ്ടാണ് സ്വർഗം അല്ലാഹു നിർമ്മിച്ചിട്ടുള്ളത്. ബിലാതുഹാ അൽ മിസ്കുൽ അസ്ഫർ, അതുപോലെ അത് നിർമ്മിക്കാൻ അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത് സ്വർഗീയ സുഗന്ധമായ കസ്തൂരിയാണ്, മിസ്കാണ്. ഹസ്ബാഉഹാ അൽ യാഖൂതു വൽ ലുലു, അതിലെ ചരൽ കല്ലുകൾ എന്ന് പറയുന്നത് രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളുമാണ്. സ്വർഗത്തിലെ ചരൽ കല്ലുകൾ എന്ന് പറയുന്നത് രത്നങ്ങളാണ്. എന്റെ വാത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മമാരെ, ഈ സ്വർഗത്തിലേക്കാണ് നാളെ നമ്മളെ കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നത്. വതുർബതുഹാ അൽ വർസു വസ്സഅഫറാൻ, ആ സ്വർഗത്തിന്റെ പ്രതലം എന്ന് പറയുന്നത്, സ്വർഗത്തിന്റെ മണൽത്തരികൾ അത് കുങ്കുമമാണ്, സഅഫറാനാണ്. ലാ യമൂതു മൻ യദ്ഖുലുഹാ, ആരാണോ അതിൽ കടക്കുന്നത്, യഖ്ലുദു, അവൻ അതിൽ ശ്വാശ്വതനാണ്. അവനെ അതിൽ നിന്ന് ആട്ടിയോടിക്കാൻ ആളുകൾ ഉണ്ടാവില്ല. അവനോടവിടെ പൗരത്വം തെളിയിക്കാൻ ആരും ആവശ്യപ്പെടില്ല. അവൻ എന്നും അവിടെ ശാശ്വതനാണ്. ലായമൂത്ത്, ഒരിക്കലും അവന് മരണമില്ല. യൻഅമൂ, അവൻ എപ്പോഴും സുഖലോലുപനാണ്. ലാ യബ്അസു, ഒരു നിരാശയും അവൻ ഉണ്ടാകില്ല, എപ്പോഴും അവന് സുഖലോലുപനാണ്. അതുപോലെ അവരുടെ യൗവനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. എന്നും യൗവനത്തിന്റെ പ്രസരിപ്പോടെയാണ് ആ സ്വർഗീയ ആരാമങ്ങളിൽ നമ്മൾ എല്ലാവരും പരിലസിക്കുക. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ സ്വർഗം കടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വലാ തുഖറഖു സിയാബുഹും, ഒരിക്കൽ പോലും അവർ ധരിച്ച വസ്ത്രം നുരുമ്പിപ്പോകൂല. മനോഹരമാണ് സ്വർഗം പ്രിയപ്പെട്ടവരെ, അതിമനോഹരമാണ് സ്വർഗം. അവരുടെ വസ്ത്രം നുരുമ്പിപ്പോവില്ല, അവരുടെ യൗവനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല. എന്നും മധുര 17കാരന്റെ ചുറുചുറുക്കും തിളക്കവുമാണ് സ്വർഗാവകാശികളായ ആളുകൾക്കുണ്ടാവുക എന്ന് ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിൽ ജന്ന, റബ്ബേ നീ ഞങ്ങളെ സ്വർഗാവകാശികളിൽ പെടുത്തണേ അല്ലാഹ്. സ്വർഗം കടക്കലാണ് നമ്മുടെ എല്ലാവരുടെയും അതിയായ താല്പര്യം. അങ്ങനെ ഒരു താല്പര്യം നമുക്കുണ്ടാകണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ആർക്കാണ് താല്പര്യമില്ലാത്തത് അല്ലേ? പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാവരും താല്പര്യത്തോടെ അല്ലാഹുവിനോട് സ്വർഗം തേടണമെന്നാണ്. ഒരു ദിവസം ഒരു മനുഷ്യൻ 7 തവണ, 3 തവണയാണ് എന്ന് മറ്റു റിപ്പോർട്ടുകളിലും കാണാം, 7 തവണ അല്ലെങ്കിൽ 3 തവണ ഒരാൾ അള്ളാഹുവിനോട് സ്വർഗത്തെ തേടിയാൽ
അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്നൊരാൾ ഒരു ദിവസം അല്ലാഹുവിനോട് 7 തവണ അല്ലെങ്കിൽ 3 തവണ പറഞ്ഞാൽ ഇല്ലാ ഖാലത്തിൽ ജന്ന, നാളെ പരലോകത്ത് അല്ലാഹുവിനോട് സ്വർഗം പറയുമെന്നാണ്. റബ്ബേ റഹ്മാനായ അല്ലാഹ്, ഈ മനുഷ്യൻ ഓരോ ദിവസവും 7 തവണ നിന്നെ ചോദിച്ചവനാണ്, എന്നെ ചോദിച്ചവനാണ്. റഹ്മാനെ, നിന്നോട് തേടിയവനാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ എന്നിൽ പ്രവേശിപ്പിക്കണേ എന്ന് നരകം. 2 ദാറുസ്സലാം, 3 ജന്നത്തുൽ അദ്ൻ, 4 ജന്നത്തുൽ മഅ്വാ, 5 ജന്നത്തുൽ ഖുൽദ്, 6 ജന്നത്തുൽ ഫിർദൗസ്, 7 ജന്നത്തുൻ നഈം. ഇങ്ങനെ 7ഓളം സ്വർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ്. 7ഓളം സ്വർഗങ്ങൾ. അതിൽ ഓരോ സ്വർഗത്തിനും 100 കണക്കിന് നിലകളുണ്ട് എന്നും കാണാം. ഓരോ നിലയുടെയും ഇടയിലുള്ള വ്യത്യാസം എത്രയെന്നറിയോ പ്രിയപ്പെട്ടവരെ? വർഷങ്ങളോളം യാത്ര ചെയ്താൽ എത്ര അകലങ്ങളിലേക്ക് എത്താൻ പറ്റുമോ അത്രയും അകലമാണ് ഓരോ നിലയുടെയും ഇടയിലുള്ളത്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ആലോചിച്ച് നോക്കണേ. ഓരോ സ്വർഗത്തിനും 100 കണക്കിന് നിലകളാണ്. ഓരോ നിലയുടെയും ഇടയിലുള്ള വ്യത്യാസം ഓരോ വർഷങ്ങളോളം ഒരു മനുഷ്യന് യാത്ര ചെയ്താൽ എത്ര അകലങ്ങളിൽ എത്തുമോ അത്രയും അകലമാണ് ഓരോ നിലയുടെയും ഇടയിലുള്ളത്. അങ്ങനെ 100 കണക്കിന് നിലകൾ ഓരോ സ്വർഗത്തിനുമുണ്ട്. ഈ 7 സ്വർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗത്തിന്റെ പേര് ജന്നത്തുൽ ഫിർദൗസ്. ജന്നത്തുൽ ഫിർദൗസാണ്. ആ ജന്നത്തുൽ ഫിർദൗസിന്റെ ഏറ്റവും മുകളിലത്തെ നിലയാണ് വസീല. അവിടെയാണ് മദീനയുടെ രാജകുമാരനുള്ളത്. അവിടെയാണ് മക്കയുടെ നിലാവുളിയായ ആമിനാന്റെ പൊന്നുമോൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെയാണ് താമസിക്കുക. നമ്മൾ ബാങ്ക് വിളിയാളം കഴിഞ്ഞാലുടനെ നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ സ്വലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീല. മുഹമ്മദ് നബിക്ക് നീ വസീല നൽകണേ അല്ലാഹ് എന്ന് നമ്മൾ ദുആ ചെയ്യാറുണ്ട്. ഇതാണ് ആ വസീല എന്ന് പറയുന്നത്. ജന്നത്തുൽ ഫിർദൗസിന്റെ ഏറ്റവും മുകളിലത്തെ നിലയാണ് വസീല. അവിടെയാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം അവിടെയാണ്. അല്ലാഹു ഹബീബിന്റെ കൂടെ സ്വർഗ്ഗം കടക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ 7ഓളം സ്വർഗങ്ങളാണുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട സ്വർഗത്തിന്റെ പേര് ജന്നത്തുൽ ഫിർദൗസാണ്. മുത്തുനബി തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ജന്നത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഉമ്മു ഹാരിസ റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ്. ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവ്. ഹാരിസ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ബദറിന്റെ ദിവസം ശത്രുവിന്റെ വെട്ടേറ്റ് വഫാത്തായി പോയ സ്വഹാബിയാണ്. ഹാരിസ റളിയല്ലാഹു അൻ ബദരീങ്ങളിൽപ്പെട്ടയാളാണ്. ബദറിൽ മരണപ്പെട്ട സ്വഹാബിയാണ്. ആ ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഖദ് അലിംത മൗഖിയ ഹാരിസത മിൻ ഖൽബി. ഞാനും എന്റെ ഹാരിസയും തമ്മിലുള്ള അഭേദ്യമായ ഹൃദയബന്ധം അങ്ങേക്ക് അറിയാലോ നബിയെ. എന്റെ മോന് ഹാരിസയും ഞാനും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. എനിക്ക് ഹാരിസ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ആ പൊന്നുമോനാണ് നബിയേ എനിക്ക് അങ്ങയോടൊപ്പമുള്ള യുദ്ധത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ആ പൊന്നുമോന് സ്വർഗത്തിലാണ് എന്ന് എനിക്കറിഞ്ഞാൽ ലം അബ്കി അലൈഹി, ഞാൻ കരയൂല, ഞാൻ അക്ഷമ കാണിക്കില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. സ്വർഗത്തിലാണ് എന്നോട് പറയണം, എന്നാ ഞാൻ കരയൂല. ഇനി അതല്ല ഇല്ല, ആ മോന് സ്വർഗത്തിലാണ് എന്ന് അങ്ങനോട് പറഞ്ഞില്ലെങ്കിൽ സൗഫ തറാ മാ അസ്നഉ, ഞാൻ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്ന് അങ്ങേക്ക് കാണേണ്ടി വരും നബിയെ എന്ന് ഹബീബ നബി തങ്ങളോട് ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവ് വന്നിട്ട് പറയാണ്.
അപ്പോഴാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്, അല്ല പെണ്ണേ, നിങ്ങൾ എന്താണ് കരുതിയത്? അജന്നത്തുൻ വാഹിദത്തുൻ ഹിയ, സ്വർഗമെന്ന് പറയുന്നത് ഒരൊറ്റ ഒരു എണ്ണമാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ? ഇന്നഹാ ജിനാനും കസീറാ, സ്വർഗം ധാരാളമുണ്ട് ഉമ്മ. വഇന്നഹു ഫിൽ ഫിർദൗസിൽ അഅ്ലാ, നിങ്ങളുടെ മകനായ ഹാരിസ ആ 7 സ്വർഗങ്ങളിലുള്ള ഏറ്റവും ഉന്നതമായ സ്വർഗമായ ജന്നത്തുൽ ഫിർദൗസിലാണ് ഉമ്മ എന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മാതാവിനോട് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സ്വർഗമെന്ന് പറയുന്നത് 7 എണ്ണമാണ്. ആ 7 സ്വർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജന്നത്തുൽ ഫിർദൗസ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നത്തുൽ ഫിർദൗസിൽ തന്നെ കടക്കാൻ കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് വേണം ആമീൻ പറയാൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 4 പുഴകളാണ് സ്വർഗത്തിലുള്ളത് എന്നാണ്. 4 പുഴകളാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലുള്ളത്. 4 പുഴകളാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിലൂടെ പഠിപ്പിച്ചു തരികയാണ്. ഫീഹാ അൻഹാറും മിൻ മാഇൻ ഗൈരി ആസിൻ. എന്റെ വാഴ കേൾക്കുന്ന ഉമ്മമാരെ, കേൾക്കണം നമ്മൾ ഈ മനോഹരമായ വചനങ്ങൾ, ആഗ്രഹിക്കണം നമ്മൾ ഈ സംവിധാനങ്ങളെല്ലാം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള മനോഹരമായ സ്വർഗീയ ആരാമങ്ങളിൽ കടക്കാൻ വലിയ ആഗ്രഹം വേണം നമ്മൾക്ക്. 4 ലീഡർമാരാണ് മുത്തുനബി തങ്ങൾ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ കൈപിടിച്ച നാളെ സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന 4 ലീഡർമാരുണ്ട്. സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ വനിതകളുടെ ലീഡർമാര് 4 പേരാണ്. ഫാത്തിമ ബിൻത് മുഹമ്മദ്, ഒന്ന് എന്റെ പൊന്നുമോൾ ഫാത്തിമയാണ്. ഫാത്തിമ ബിൻത് മുഹമ്മദ്, ഒന്ന് മുഹമ്മദിന്റെ പൊന്നുമോൾ ഫാത്തിമയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയാൻ. 2 ഖദീജ ബിൻത് ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകളായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവിയുടെ അടക്കം റസൂലുള്ളാഹി തങ്ങളുടെ എല്ലാ മക്കളുടെയും ഉമ്മയായ ഖദീജ ബീവി, അവരാണ് 2ാമത്തെ ലീഡർ, അവരാണ്. പിന്നെയോ ആസിയ ബിൻത് മുസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ, മുസാഹിമിന്റെ മകളായ ആസിയ ബീവി അലൈഹിസ്സലാത്തു വസ്സലാം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഫറോവ റാംസസ് 2ാമൻ എന്ന ധിക്കാരിയായ അഹങ്കാരിയായ ഫിർഔനിന്റെ കൂടെ കിടന്ന ഫിർഔനിന്റെ ഭാര്യയാണ്. അവര് മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹുവിനെ കണ്ടെത്തിയ മഹദിയാണ്. ആ ആസിയ ബീവിയാണ് 3ാമത്തെ ലീഡർ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ. 4ാമത്തെ ലീഡർ മറിയം ബിനത്ത് ഇമ്രാൻ, ഇമ്രാന്റെ മകളായ മറിയം ബീവിയാണ്. ഈ 4 തരുണീമണികളാണ് നാളെ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ സ്വർഗീയ ആരാമങ്ങളിലേക്ക് കൈപിടിച്ച് ആനയിക്കുക എന്ന് കളവ് പറയാത്ത നാവ് കൊണ്ട് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സഹോദരിമാർക്കൊക്കെ സ്വർഗം കടക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഉറക്കെ പറയാം, അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, സ്വർഗത്തിൽ 4 പുഴകളുണ്ടെന്ന് ഖുർആൻ പറയുകയാണ്. ഫീഹാ അൻഹാറും മിൻ മാ, ഒന്ന് വെള്ളത്തിന്റെ പുഴയാണ്. എങ്ങനത്തെ വെള്ളം? ഗൈരി ആസിൻ ഐ സ്വാഫിൻ ലാ കബിറ ഫീ, തീരെ കലക്കില്ലാത്ത വളരെ ശുദ്ധമായ, പ്രിയപ്പെട്ടവരെ വളരെ ശുദ്ധമായ വെള്ളം. വെള്ളത്തിന്റെ പുഴ, വളരെ ശുദ്ധമായ വെള്ളം. മിനറൽ വാട്ടർ ഒന്നുമല്ല, അതിനേക്കാൾ അപ്പുറമുള്ള വളരെ ശുദ്ധിയുള്ള വെള്ളം. അങ്ങനെ വെള്ളത്തിന്റെ പുഴയാണ് 1ാമത്തെ പുഴ. രണ്ടാമത്തേത് പാലാറാണ്. 2ാമത്തേത് പാലാറ് എന്ന് പറഞ്ഞാൽ പാലിന്റെ പുഴയാണ്. ലം യതഗയ്യർ തഅമുഹു, അതിന്റെ രുചിക്ക് യാതൊരു മാറ്റവും വരില്ല.
ഒരു രുചിമാറ്റവും വരാത്ത പാലിന്റെ പുഴയാണ് രണ്ടാമത്തേത്. വഅൻഹാറും മിൻ ഖംറിൻ ലദ്ദത്തിൽ ലിശ്ശാരിബീൻ. മൂന്നാമത്തേത് കള്ളാറാണ്. മൂന്നാമത്തേത്. കള്ളാർ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ കള്ളിന്റെ പുഴയാണ്. ലദ്ദത്തിൽ ലിശ്ശാരിബീൻ. അത് കുടിക്കുന്ന ആളുകൾക്ക് ആസ്വാദ്യകരമാണ്, വളരെ രുചികരമായ കള്ളിന്റെ പുഴയാണ്. അത് കുടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആരും ആമീന്ന് പറഞ്ഞില്ലേ? കള്ള് കുടിക്കാൻ തൗഫീക്ക് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണോ? സ്വർഗത്തിലെ കള്ളാണ്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇതാർക്ക് അല്ലാഹു കൊടുക്കാന്നറിയോ? ദുനിയാവിൽ തീരെ രുചിച്ചു നോക്കാത്ത ആളുകൾക്കാണ് അല്ലാഹു നാളെ പരലോകത്ത് ഇത് കൊടുക്കുക. ദുനിയാവിൽ തീരെ രുചിക്കാത്ത ആളുകൾക്ക്, ദുനിയാവിൽ വല്ലപ്പോഴും രുചിച്ചിട്ടുണ്ടെങ്കിൽ അവർ വേറെ വല്ല നന്മകൾ കാരണം സ്വർഗത്തിൽ കടന്നാൽ പോലും അള്ളാഹു അവർക്ക് കള്ളു കൊടുക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾക്ക് കള്ള് വേണ്ടേ? എന്താണ് പഠിച്ചോ, നിങ്ങൾക്ക് സ്വർഗത്തിലെ കള്ള് വേണ്ടേന്ന് താല്പര്യമില്ലേ? അത് കുടിക്കാൻ താല്പര്യം വേണം. ഇൻഷാ അല്ലാഹ് സ്വർഗത്തിലെ കള്ള് കുടിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്നിട്ടും അങ്ങോട്ട് റാഹത്താന്നില്ല എന്നുള്ളതാണ് അല്ലേ പഠിച്ചോനെ? ഇത്രയും കള്ളിനോട് വിരോധമാണോ? എന്നാ ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് പാലാറും അതുപോലെ തേനാറും കള്ളാറും ഒക്കെ കുടിക്കാൻ തൗഫീക്ക് നൽകട്ടെ. 4 പുഴകളാണ് സ്വർഗത്തിൽ ഉണ്ടാവുക എന്നാണ്. 3 പുഴകൾ പറഞ്ഞു. ഇനിയോ വഅൻഹാറും മിൻ അസലിൻ മുസഫ്ഫാ. മറ്റൊന്ന് ശുദ്ധമായ ഐലം യഖ്റുജ് മിൻ ബുതൂനിൻ നഹൽ. തേനീച്ചയുടെ പള്ളയിൽ നിന്ന് പുറപ്പെട്ടതൊന്നുമല്ല, വളരെ മനോഹരമായ തേനിന്റെ പുഴയാണ് 4ാമത്തെ പുഴ. ഇങ്ങനെ 4 പുഴകളാണ് സ്വർഗത്തിലുള്ളത് എന്ന് മഹാനായ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. കുടിക്കുന്ന ജലമിൽ ചേർത്തിടും കാഫൂറ, കലരാത്ത തേനൊലിക്കുന്നതാണൻഹാറ. പിഴിയാതെ തെന്നൊഴുകുന്നതാ പാലാറ്, പുഴ പോലെ തന്നതിലുണ്ടടോ കള്ളാറ്. അതുമാത്രമല്ല അതിലുണ്ട് സൽസബീല്, തസ്നീമുണ്ടത് പോലെയും പലനീല്. മഹാനായ തഴവ ഉസ്താദിന്റെ വരികളാണിത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കള്ളാറും പാലാറും തേനാറുമെല്ലാം സ്വർഗീയ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അതെല്ലാം ആസ്വദിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. സമയത്തിന്റെ കുറവുള്ളത് കൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിലെ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്വർഗീയ പാനീയങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലെ പെണ്ണിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ആ പെണ്ണുങ്ങളുടെ പാട്ടുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സ്വർഗത്തിലെ ഭക്ഷണത്തെ പറ്റി മുത്തുനബി തങ്ങൾ പറയാണ്, ഇന്നർ റജുല ലയസ്തഹി ത്വയ്റ ഫിൽ ജന്നാ. ഒരു മനുഷ്യന് സ്വർഗത്തിൽ ഭക്ഷണം ആഗ്രഹിക്കും. ലയസ്തഹി ത്വയ്റ, പക്ഷി. ത്വയ്ർ എന്ന് പറഞ്ഞാൽ പക്ഷി. നല്ല പൊരിച്ച കോഴിയോ നല്ല പൊരിച്ച കാട പക്ഷിയോ ഒക്കെ നമ്മളേറെ ഇഷ്ടപ്പെടുന്നതാണ് അല്ലെ? അങ്ങനെ പൊരിച്ച വല്ലതും നമ്മളിങ്ങനെ ആഗ്രഹിക്കും. പൊരിച്ചതിൽ ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല, എല്ലാവരും ഇഷ്ടപ്പെടും അല്ലെ? കോഴീനെ പലജാതി പൊരിക്കലുകളാണ് പൊരിക്കുക, അതിന് പലജാതി പേരും നമ്മൾ ഇടാറുണ്ട്. എന്തെല്ലാം പേരുകളാണ്! കോഴി മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുകളിലാണ് ഇന്ന് കോഴി അറിയപ്പെടുന്നത് അല്ലെ? അൽഫഹം 1, പിന്നെ വേറെ കുറെ പേരുകളുണ്ട്, തൽക്കാലം ഞാൻ പറയണില്ല. അറിയുന്ന ആളുകൾ, കഴിക്കുന്ന ആളുകളൊക്കെ ധാരാളം ഈ കൂട്ടത്തിലുണ്ടാവും. എല്ലാവരും പല രീതിയിൽ ഏതെല്ലാം രൂപത്തിൽ വെറൈറ്റി ആക്കാൻ പറ്റുമോ ആ വെറൈറ്റി ഒക്കെ ആളുകൾ സ്വീകരിക്കുകയാണ്. അതൊക്കെ കഴിക്കാൻ ഇഷ്ടം പോലെ ആളുകളുമുണ്ട്, അതിനൊക്കെ ഓരോ ജാതി പേരുകളുമുണ്ട്. ഏതായാലും എന്റെ പ്രിയപ്പെട്ടവരെ, നാളെ സ്വർഗത്തിൽ വല്ല പൊരിച്ച പക്ഷി വേണമെന്നൊരാൾ ആഗ്രഹിക്കുമ്പോഴേക്ക് ഒരു പക്ഷി അങ്ങനെ പറന്നു വരികയാണ്. അവൻ ആഗ്രഹിക്കുന്നത് ഏത് പക്ഷിയാണോ ആ ജീവി അവന്റെ മുന്നിലേക്ക് വരും. അവന്റെ മുന്നിലുള്ള സുപ്രയുടെ മേൽ വന്നിരിക്കുന്നതാണ്. ലം യുസിബുഹു ദുഖാനുൻ വലം തംസസുഹു നാർ. തീ
തൊട്ടിട്ടില്ല. ആ മൃഗത്തെ, ആ പക്ഷിയെ തീ തൊട്ടിട്ടില്ല. അങ്ങനെ ഒരു പക്ഷി വന്നവന്റെ മുമ്പിൽ ഇരിക്കുന്നതാണ്. അവനതിൽ നിന്ന് വേണ്ടത്ര ഭക്ഷിക്കാം, വയറ് നിറക്കുന്നത് വരെ. എവിടെ നിന്നാണോ അത് പറന്നു വന്നത് അങ്ങോട്ടേക്ക് തന്നെ അത് പറന്നു പോകുന്നതുമാണ്. എവിടെ നിന്നാണോ അത് പറന്നു വന്നത് അങ്ങോട്ടേക്ക് തന്നെ അത് തിരിച്ചു പോകും. ഇവന് വേണ്ടത്ര തിന്നു കഴിഞ്ഞാൽ, ഞാൻ ഈ മുതുകാടിന്റെ മാജിക് പറയുകയാണെന്ന് തോന്നരുത് പ്രിയപ്പെട്ടവരെ, മുത്തുനബി തങ്ങളുടെ റിസാലത്തിന്റെ നാവ് കൊണ്ട് അവിടെ നിന്ന് പറഞ്ഞ വചനമാണ്. പ്രിയപ്പെട്ടവരെ, എവിടെ നിന്നാണോ ആ പക്ഷി വന്നത്, ഇവന് വയറ് നിറയെ തിന്നു കഴിഞ്ഞാലും ആ പക്ഷി അങ്ങനെ തന്നെ തിരിച്ചു പോകുന്നതാണ്. ഇനിയോ ഇന്നറജുല മിൻ അഹ്ലിൽ ജന്ന ലയഷ്തഹി ശറാബ മിൻ ശറാബിൽ ജന്ന. ഇനി ഒരു മനുഷ്യൻ പാനീയം ആഗ്രഹിച്ചാൽ, സ്വർഗത്തിൽ എന്തെങ്കിലും ഒരു ജ്യൂസ് വേണമെന്ന് തോന്നിയാൽ, നല്ല ഒരു ജ്യൂസ് വേണമെന്ന്, എന്ത് ജ്യൂസ് ആയാലും തിരക്കിടില്ല, അവൻ ആഗ്രഹിച്ചാൽ ഒരു കിണ്ടി വരും, എന്നിട്ട് അവന്റെ കയ്യിൽ വന്നങ്ങനെ നിൽക്കുന്നതാണ്. ആ കിണ്ടിയിൽ നിന്ന് എത്ര വേണോ അവന് കുടിക്കാവുന്നതാണ്. ബില്ല് വരില്ല, ആരും പണം ചോദിക്കില്ല. എവിടെ നിന്നാണോ ആ കിണ്ടി വന്നത് അങ്ങോട്ടേക്ക് തന്നെ ആ കിണ്ടി മടങ്ങിപ്പോകുന്നതാണ്. ഇങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ മനുഷ്യന് നൽകുന്ന പാനീയം ആ രൂപത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് കവി പഠിപ്പിച്ചത്. മഹാനായ തഴവ ഉസ്താദ് പാടിയത്. മോഹിച്ചതെത്തുന്നുണ്ട് ഫോണ് വിളിക്കണ്ട, ഒലിക്കുന്ന നീരടുത്തുണ്ട് സ്ക്രൂ തിരിക്കണ്ട, പറക്കും ശരീരതിലുണ്ട് കാറെടുക്കണ്ട, നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട. എത്ര മനോഹരമായിട്ടാണ് തഴവ ഉസ്താദ് നമ്മെ അത് പഠിപ്പിച്ചു തരുന്നത്. മോഹിച്ചതെത്തുന്നുണ്ട് ഫോൺ വിളിക്കണ്ട, ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമ്മുടെ അരികിലേക്ക് എത്തുകയാണ്. ആരോടും ഫോൺ വിളിച്ച് കൊണ്ടുവരാൻ പറയണമെന്നില്ല. ഒലിക്കുന്ന നീരടുത്തുണ്ട് സ്ക്രൂ തിരിക്കണ്ട, പൈപ്പ് തിരിക്കണ്ട. ഒലിക്കുന്ന നീര് എന്താണോ വേണ്ടത് അത് നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അതുപോലെ പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട. എങ്ങോട്ടേക്കാണോ നമ്മൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നത് അങ്ങോട്ടേക്ക് നമ്മളുമായി പറക്കാൻ കട്ടിലുകളുണ്ട്. നബിയുനാ റസൂലുള്ളാഹി, ഉറക്കെ ഞാൻ അവസാനത്തോടടുക്കുകയാണ്. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലെ പെണ്ണിനെ പറ്റി പറഞ്ഞു. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തബ്റാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ലൗ അന്ന ഇംറഅതൻ മിൻ നിസാഇ അഹ്ലിൽ ജന്ന അഷ്റഫത്, സ്വർഗ്ഗത്തിലെ ഒരു പെണ്ണങ്ങാനും ഈ ഭൂലോകത്ത് വെളിവായാൽ ലമലഅതിൽ അർള റീഹ മിസ്കിൻ, സ്വർഗീയ സുഗന്ധമായ കസ്തൂരി ഈ ഭൂമി മുഴുവനും ആ പെണ്ണ് നിറക്കുന്നതാണ്. ഈ ഭൂമിയിലെങ്ങാനും ഒരു സ്വർഗത്തിലെ പെണ്ണ് വെളിവായാൽ ഭൂമി മുഴുവനും സ്വർഗീയ സുഗന്ധം പരക്കുന്നതാണ്. സൂര്യചന്ദ്രന്റെ പ്രകാശത്തെ അവൾ കെടുത്തിക്കളയുന്നതാണ്. അവളുടെ പ്രകാശത്താൽ സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ പ്രകാശം മുഴുവനും അസ്തമിച്ചു പോകുന്നതാണ്. അത്രയും വലിയ പ്രകാശപൂരിതമാണ് സ്വർഗത്തിലെ പെണ്ണിന്റെ മുഖമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹൂറുൽ ഹിസാൻ അടുത്തെപ്പോഴും ഇരിപ്പുണ്ട്, താരാട്ടു പാടാൻ തോഴികൾ പലരുണ്ട്, കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട്, കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചെരിച്ചുണ്ട്.
ഇതൊക്കെ തഴവാ ഉസ്താദിന്റെ വരികളാണ്. ഹബീബായ നബി തങ്ങളുടെ മനോഹരമായ ഹദീസുകളിൽ നിന്ന് കടഞ്ഞെടുത്ത വരികളാണിത്. ഹദീസുകളിൽ വന്നിട്ടുള്ള വിഷയങ്ങൾ മഹാനായ തഴവാ ഉസ്താദ് പാടിത്തരികയാണ്. സുഖിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട്, രസിപ്പിക്കുവാൻ ഇരുമാറുകൾ നിലയുണ്ട്, ചാഞ്ഞും ചെരിഞ്ഞും ചുറ്റിലും നടപ്പുണ്ട്, മിസ്കിന്റെ കുന്നിൻ കൂട്ടമായി കളിയുണ്ട്. ഇതൊക്കെ ഹൂറുൽ ഈങ്ങളുടെ സ്വർഗത്തിലെ സ്ത്രീകളുടെ വിശേഷങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം കടക്കുന്ന ആളുകൾക്ക് മനോഹരമായി അല്ലാഹു സംവിധാനിച്ചിട്ടുള്ളത്. അതൊക്കെ ആസ്വദിക്കാൻ നമുക്ക് സാധ്യമാകണം. അതിന് നമുക്ക് തൗഫീഖ് ഉണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനെന്തു വേണം പ്രിയപ്പെട്ടവരെ? ദുനിയാവിൽ ഒരൽപ്പം ത്യാഗം ചെയ്യാൻ നമുക്ക് സാധ്യമാകേണ്ടതാണ്. ദുനിയാവിൽ ഒരൽപ്പം ത്യാഗം ചെയ്യാൻ സാധ്യമാകാത്ത ആളുകൾക്ക് എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ സ്വർഗത്തിൽ ഇതെല്ലാം സംവിധാനിക്കുന്നത്? ദുനിയാവിൽ ഒരൽപ്പം ത്യാഗം ചെയ്യാൻ സന്നദ്ധമാകണം. ഞാൻ പറഞ്ഞതുപോലെ ഇൻഷാ അല്ലാഹ് ഒരൽപ്പസമയത്തിനുള്ളിൽ ഞാൻ അവസാനിപ്പിക്കും. ദുനിയാവിൽ ഒരൽപ്പം ത്യാഗം ചെയ്യുന്നവർക്കാണ് അല്ലാഹു ഈ സംവിധാനങ്ങളെല്ലാം ഒരുക്കി വെച്ചിട്ടുള്ളത്. ദുനിയാവിൽ സുഖാസ്വാദനങ്ങൾ കുറച്ചൊക്കെ വേണ്ടെന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അരികിൽ ഈ വലിയ സംവിധാനങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബാലഗൽ മുദ്ദാഹു ഫി ഔസാഫിഹി ഫമാ ബലാ ബാലിഹും മിൻശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബഹാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് താഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖാഫമാ താബഅൻ വിദാദി ത്വാഹ താലിയൽ ലിത്താലി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദുനിയാവിൽ ത്യാഗം ചെയ്യുന്ന ആളുകൾക്കാണ് അല്ലാഹു സ്വർഗം തരിക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഉറക്ക ആമീൻ പറഞ്ഞ ഉറങ്ങിയോ? അല്പസമയം ഇൻഷാ അല്ലാഹ് 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സ്വർഗം നൽകട്ടെ. ആരാണ് ഈ ത്യാഗം ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ത്യാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിനെ നമ്മൾ ഒഴിവാക്കുന്നതിനാണ് നമ്മൾ ത്യാഗം എന്ന് പറയാ, അല്ലേ? അപ്പൊ ദുനിയാവിൽ നമ്മൾ ത്യാഗം ചെയ്യാന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാന്ന് പറഞ്ഞാൽ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ അള്ളാഹുവിന് വേണ്ടി നമ്മൾ ഒഴിവാക്കുന്നതിന്റെ പേരാണ് ത്യാഗം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ സ്വന്തം ശരീരം, നമ്മുടെ കുടുംബം, അതുപോലെ നമ്മൾ ഏറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, ഏറ്റവും പ്രിയങ്കരമായതാണ്. ഇതെല്ലാം അള്ളാഹുവിന്റെ വഴിയിൽ നമ്മൾ ചെലവഴിക്കുന്നതിന്റെ പേരാണ് ത്യാഗം. പ്രിയപ്പെട്ടവരെ, അത് ചെലവഴിക്കാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ് ഈ വലിയ സംവിധാനങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ത്യാഗം ചെയ്യാൻ നമ്മൾക്ക് കഴിയണം. സ്വഹാബത്ത് ത്യാഗം ചെയ്തതുപോലെ അവരൊരുപാട് ത്യാഗം ചെയ്തവരാണ്. സ്വന്തം ശരീരം അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്തവരല്ലയോ ഭാരതന്മാരായ സ്വഹാബത്തെ കിറാം? കൈകാലുകളും എല്ലാം ദീനിന്റെ രണാങ്കണങ്ങളിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളിൽ എല്ലാം തൃണവൽ ഗണിച്ചവരാണ് മഹാന്മാരായ സ്വഹാബത്തെ കിറാം. നമുക്കവരെ പോലെ ദീനിന് വേണ്ടി നമ്മുടെ കൈകാലുകളോ ശരീരമോ കൊടുക്കേണ്ട, ത്യാഗം ചെയ്യേണ്ട ഒരവസ്ഥ ഇന്ന് നമുക്കില്ല. അവരെ പോലെ അള്ളാഹുവിന് വേണ്ടി ശരീരം യുദ്ധത്തിന്റെ രണാങ്കണങ്ങളിൽ ഇറങ്ങേണ്ട അവസ്ഥ ഒന്നും നമുക്കിന്നില്ല.
എന്നാൽ മഹാന്മാരായ സ്വഹാബത്ത് ശരീരം മാത്രമല്ല അള്ളാഹുവിന് വേണ്ടി ചെലവഴിച്ചത്. അവരുടെ സമ്പത്ത് ഒഴിവാക്കിയവരുണ്ട്, കുടുംബങ്ങൾ ഒഴിവാക്കിയവരുണ്ട്, നാടും വീടും ഒഴിവാക്കി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയവർ എല്ലാം 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 വലിയ ത്യാഗീവര്യന്മാരാണ്. അങ്ങനെ അവര് ചെയ്ത ത്യാഗത്തിന്റെ 1000-ൽ അംശമെങ്കിലും പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ത്യാഗം ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്, നമുക്ക് നാളെ സ്വർഗം കടക്കാനുള്ള അർഹതയുണ്ടാകുന്നത്. അള്ളാന്റെ മാർഗത്തിൽ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ത്യാഗം ചെയ്യണം. ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ത്യാഗം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് തന്ന മുതലിനെ, നമുക്ക് തന്ന സമ്പത്തിനെ അവന്റെ ദീനിനു വേണ്ടി ഒഴിവാക്കലാണ്, ചെലവഴിക്കലാണ്. ദുനിയാവിൽ ഓരോ ദിവസവും 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാൻ യൻസിലാൻ. ഓരോ ദിവസവും 2 മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതാണ്. ഒരു മലക്ക് ദുആ ചെയ്യും, അല്ലാഹുമ്മ അഅതി മുൻഫികൻ ഖലഫാ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചവന് നീ ധാരാളം പകരം നൽകണേ അല്ലാ എന്ന് ഒരു മലക്ക് ദുആ ചെയ്യുമ്പോ, രണ്ടാമത്തെ മലക്ക് ദുആ ചെയ്യും, പഠിച്ചവനെ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പിശുക്ക് കാണിച്ചവന്റെ മുതലിനെ നീ നശിപ്പിക്കണേ അല്ലാ. ഇത് രണ്ടാമത്തെ മലക്കിന്റെ ദുആയാണ്. ഇന്നലെ അങ്ങനെ 2 മലക്കുകൾ വന്നിട്ടുണ്ട്, ഇന്ന് രാവിലെ വന്നിട്ടുണ്ട്, നാളെ രാവിലെയും വരും. എല്ലാ പ്രഭാതത്തിലും ഇങ്ങനെ 2 മലക്കുകൾ ഭൂമിക്ക് മുകളിൽ വരുമെന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിശ്വസിക്കാതിരിക്കാൻ വഴിയില്ല, അത് വിശ്വസിക്കാതെ തരമില്ല. എല്ലാ ദിവസവും 2 മലക്കുകൾ അങ്ങനെ വന്ന് ദുആർക്കുന്നാണ്. അതാണ് രണ്ടാമത്തെ മലക്കിന്റെ ദുആ. നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തവരുടെ പണം അല്ലാഹുവേ അവരുടെ മുതലിനെ നീ നശിപ്പിക്കണേ അല്ലാ. അങ്ങനെ പല മുതലാളിമാരുടെയും മുതൽ നശിച്ചു പോകുന്നത് നമ്മൾക്ക് കാണാം. അവസാന കാലത്ത് അല്ലെ, ജീവിതത്തിൽ കൊടുക്കാൻ പറ്റിയ സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഒരു നയാ പൈസ ആർക്കും നൽകാതെ അവസാന കാലത്ത് ആ സമ്പത്ത് മുഴുവനും ഏതെങ്കിലും ഹോസ്പിറ്റലുകളിലോ ഏതെങ്കിലും ഡോക്ടർമാർക്കോ ഏൽപ്പിക്കേണ്ടി വരുന്ന വല്ലാത്ത ഭയാനകമായ വേദനാജനകമായ ഒരവസ്ഥ എത്രയോ ആളുകളിൽ നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു തന്ന മുതൽ അല്ലാഹുവിന്റെ ദീനിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹുവിന്റെ ഖുർആൻ ചോദിക്കുകയാണ്, മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനാ. ആരാണ് അല്ലാഹുവിന് കടം കൊടുക്കാൻ മുന്നോട്ട് വരുന്നത്? അല്ലാഹ്ക്ക് ആരാണ് കടം കൊടുക്കുക? അല്ലാഹുവിനെ കടം കൊടുത്താൽ ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറാ, അവൻ അല്ലാഹു ധാരാളം ഇരട്ടിയായി തിരിച്ചു നൽകുന്നതാണ്. അല്ലാഹ്ക്ക് കടം കൊടുക്കാൻ ആരാണ് മുന്നോട്ട് വരുന്നത്? മനുഷ്യന്മാർക്ക് കടം കൊടുത്താൽ തിരിച്ചു കിട്ടാത്ത കാലമാണിത്. കൊടുത്തോം കുടുങ്ങി എന്നതാണ് ഇന്നത്തെ നമ്മുടെ മുമ്പിലുള്ള അവസ്ഥ. അതാണ്. എന്നാൽ അല്ലാഹുവിന് ആരാണോ കടം കൊടുക്കുന്നത് അവൻ അല്ലാഹു എത്രയോ ഇരട്ടിയായി തിരിച്ചു നൽകുന്നതാണ്. വിശുദ്ധ ഖുർആൻ ഈ ആയത്തിറങ്ങിയപ്പോഴാണ് മഹാനായ അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞത്, യാ റസൂലല്ലാഹ് ഇന്നലി ഹദീഖതൈൻ, എനിക്ക് 2 തോട്ടമുണ്ട് നബിയേ. ആ 2 തോട്ടവും ഞാൻ അല്ലാഹുവിനെ കടം കൊടുക്കുകയാണ് നബിയേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അബൂ ദഹ്ദാഹേ 2 തോട്ടം വേണ്ട, ഒന്ന് അല്ലാഹ്ക്ക് കടം കൊടുത്തോളൂ, മറ്റൊന്ന് നിനക്കും നിന്റെ ഭാര്യ മക്കൾക്കും ജീവിക്കാനുള്ളൊരു വക എന്ന നിലയിൽ അവിടെ ഇരുന്നോട്ടെ. ഒന്ന് നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തോളൂ, കടം കൊടുത്തോളൂ. അപ്പോഴാണ് അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എങ്കിൽ നബിയേ ആ 2 തോട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും വലിപ്പമുള്ളതുമായ തോട്ടം ഞാനത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്യുകയാണ്, ഞാൻ അല്ലാഹുവിന് കടം കൊടുക്കുകയാണ്. ഏറ്റവും വലിയ തോട്ടം ഞാൻ അല്ലാഹ്ക്ക് കടം കൊടുക്കുകയാണ്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം,
അബൂ ദഹ്ദാ റളിയല്ലാഹു അൻഹു 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി തങ്ങളുടെ കയ്യിൽ കൊടുത്ത ആ തോട്ടത്തിൽ ഉണ്ടായിരുന്നത് 600 ഈത്തപ്പന മരമായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്.